വാട്ട് എ ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇനി നമുക്ക് കുറച്ച് ഫിലോസഫിക്കലായിട്ട് സംസാരിക്കാം. എത്രയോ കുട്ടികൾ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുന്നതിൻ്റെ പേരിൽ സൂയിസൈഡ്. സി, നമ്മൾ സ്നേഹം കൊടുക്കുക, തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതെടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുക്കുക. ഇറ്റ്സ് ആൻ ഇമോഷണൽ ബിസിനസ് ഗൈസ്. കണ്ണ് ചുമന്നിരിക്കുന്നുണ്ട്. ആ കാളയുടെ കണ്ണ് നോക്കി അടിച്ച് ഫിറ്റായ കണ്ണ ചുമന്ന കണ്ണ്. ക്യാപ്റ്റനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ക്യാപ്റ്റനോട് പറയാനുള്ളത് ഞങ്ങൾ പിന്നെ പറഞ്ഞോളാം. അത് കണ്ണ് ചുമന്നിരിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ കളിക്കുമ്പോ വിളിപ്പിച്ചേർന്നേ. നല്ല വെളുത്ത നല്ല മുടിയൊക്കെ ഉള്ള എന്നാ ചക്കരയാണ് അവൾ. അവൾ ആ സ്കൂൾ ഗേറ്റ് കടന്ന് അകത്തോട്ട് ഒരു മോടിച്ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. അങ്ങനൊന്നും പറയരുത്. ഞാൻ പ്രേമിക്കുന്ന പെണ്ണാ അത്. ഇന്നു മുതൽ അവൾ നിന്റെ പെങ്ങളാ. ഓഹോ, ഞാൻ എന്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതിന് നിനക്കെന്താ കുഴപ്പം? അപ്പൊ പാഞ്ചിക്കൂടെ മഞ്ഞില്ല നാളെ പോയ പോരടാ. വെക്കി നീയാ കുഞ്ഞിനാൾ മുതലേ ചാവരുന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ. ചാവാൻ പറഞ്ഞ ചാവാനും കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും കൂടെ നിന്നിട്ടേ ഉള്ളൂ. എന്തിനാന്ന് പോലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഇതിനൊന്നും ഒഴിവാക്കി തരും. കഴിഞ്ഞ പ്രാവശ്യം ഇടി കൊണ്ടിട്ട് കയ്യപ്പം ശരിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യം പോയത് എവിടേക്കാ? ആദ്യം വീട്ടിലേക്ക്, അല്ലാതെ ഇതാ കല്യാണം കഴിഞ്ഞിട്ട് ലോഡ്ജിലേക്ക് പോകാൻ പറ്റും. എടാ ജോമാനൊന്നും ഇങ്ങടാ. എടാ നിന്റെ രാവിലത്തെ പോക്ക് കണ്ടപ്പോഴേ ഇന്ന് വൈകുന്നേരം ആകുമ്പോ നിന്റെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുമെന്ന് ഉറപ്പിച്ചാടാ. ഇമാതിരി ചീല് കോഴക്കേസിനെതിരെ സമരം ചെയ്ത് വടിയായാല് അതിന്റെ രക്തസാക്ഷി എന്നല്ല ദുർമരണ ഞങ്ങളെ പാർട്ടിക്കാർ പറയും. എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല, പേര് സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെയാ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. പൗരുഷം കാണുന്ന ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന ഷർട്ട് മാങ്കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ഷർട്ടിന് പകരമല്ലെന്ന് അറിയാം. എന്നാലും ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെവിടുന്ന് 1500 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ. 1500 രൂപ കൊടുത്ത്. പൈസ എവിടുന്നാണ്? എവിടുന്നാ പൈസ? പൈസ ചേട്ടന്റെ പൈസ എടുത്ത്. പത്തനംതിട്ടയിൽ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വന്നതാണ്. ഞാൻ പറഞ്ഞു ഉദ്ഘാടനത്തിനൊന്നുമില്ല. നിങ്ങൾ ഷെയിൻ ടോം അല്ലേ എബിയുടെ മോനെന്ന്? ഞാൻ പറഞ്ഞു ഷെയിൻ ടോമാണ്, പക്ഷെ അത് ഷെയിൻ നിഗമാണ്. അതാണ് ഈ കുറെ ആൾക്കാര് ഷെയിൻ നിഗത്തെ ഷൈൻ നിഗെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഷൈൻ തന്നെ വിളിക്കുന്നത്. അതൊരു ചേട്ടനാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഷെയിൻ എന്ന് വിളിക്കുന്നത് അല്ലെ? എനിക്കതിപ്പോ കൺഫ്യൂഷൻ. എന്തോ കണ്ട് പേടിച്ചതാ. എന്ത്? ഇന്നെന്റെ എൻഗേജ്മെന്റ് ആണ്. അതിന് ഞാനൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. ഇത് വേണോ വേണ്ടിയോന്ന് ആലോചിച്ച് ഞാൻ യെസ് പറയണോ നോ പറയണോ? ദൈവത്തിനോട് പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുക്കൂ. ഇതാരാ? ഞാൻ ജോജോ. ഹലോ, ദൂരദർശൻ കേന്ദ്രമല്ലേ? അതെ, താൻ ആരാ? ഞാനോ? ഞാൻ നേരത്തെ വിളിച്ച ആളാ. നേരത്തെ വിളിച്ച ആളെന്ന് പറഞ്ഞാൽ ഡാഷ് എന്റെ തന്ത. ഇത്രയും കടുപ്പത്തിലല്ല കേട്ടോ സിനിമയിൽ പറഞ്ഞത്. ഒരിക്കലും വേറെ ഞാൻ അങ്ങനെ മനസ്സിൽ പോയി. സാറേ എന്റെ ന്യൂട്രോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അടിക്കും വഴക്കിനും ഒക്കെ പോകുന്നത് എന്തിനാ? അലക്സേട്ടനെ വിളിച്ചൊന്ന് പറഞ്ഞാ പോരെ? അലക്സേട്ടനോ? അതാരാ? അല്ലുനറിയില്ല. അല്ലു ഈ ഓർഫനേജ് പഠിച്ചു വളർന്ന IPS എടുത്ത ആളാ. ഞാൻ മാത്രം അല്ലു എന്ന് വിളിക്കുന്ന അലക്സ് ഇപ്പോഴത്തെ ACP. യു മീൻ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പോലീസ്? ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ കളിച്ചു വളർന്ന. ഓ, അയാള് വളർന്നു.
നീ ഇപ്പോഴും കളിച്ചുകൊണ്ട് നടക്കുവല്ലേ? ഓക്കെ, അപ്പൊ ശരി, കാണാം. അപ്പൊ ശരി, പറഞ്ഞോളെ. സുന്ദരി കൊച്ചല്ലേ? എനിക്ക് നിങ്ങളിൽ എല്ലാവരും അറിയാം. ശിവു, ശംഭു, ജോൺ. ഇവരങ്ങനെ പെൺപിള്ളേരായിട്ട് അടുത്ത് ഇടപെടാറില്ല. പ്രത്യേകിച്ച് സ്വഭാവക്കാരന്. എടി, 4 ആൾ അറിഞ്ഞ വളർത്തു ദോഷം എന്നല്ലേ പറയുള്ളൂ. 4 ആൾ അറിഞ്ഞില്ലല്ലമ്മ, പിന്നെന്ത്? എടാ, നീ എന്തോ ഈ പറയുന്നത്? 4 ആൾ അറിഞ്ഞില്ലേ? നീ, ഞാൻ, ശിവേട്ടൻ, പിന്നെ അമ്മ, 4 ആളായില്ലേ? പിന്നെയും തള്ളി കയറി വരുവാന്നല്ലോ. എന്താ? ഞാനൊരു നമ്പർ വാങ്ങിക്കാൻ വന്നതാണെന്നേ. എന്താ വാങ്ങും? നമ്പർ ഒന്ന് തന്നെ. അതിനെന്താ തരാലോ? പെണ്ണുങ്ങളൊക്കെ ചോദിക്കും. കൊടുക്കില്ല, കൊടുക്കണം, കൊടുക്കണം. എന്നാലും ഇയാൾ ഇത് എങ്ങനെ കണ്ടുപിടിച്ചെന്ന്? എങ്ങനെ കണ്ടുപിടിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നീയല്ലേ ഈ സൈറ്റ് സൂപ്പർവൈസർ? ആ പാളിൽ നിന്ന് പുറത്ത് തള്ളിക്കണ കമ്പനി. അതെന്താവശ്യത്തിനാണ് അവിടെ നിൽക്കുന്നത്? പണി കഴിഞ്ഞ് ഇമിഡിയറ്റ് മുറിച്ച് മാറ്റാൻ പാടില്ലേ? ഓഫീസിൽ നിന്ന് ആരെങ്കിലും ഇൻസ്പെക്ഷൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല അകത്തുള്ളത് മുഴുവൻ ലോ ക്വാളിറ്റി ആണെന്ന്. അതെ സാർ, അതെന്റെ പുതിയൊരു ടെക്നിക്കാണ്. എന്ത് ടെക്നിക്ക് കേട്ടോ? ആ തെള്ളി നിൽക്കുന്നത് ഹൈ ക്വാളിറ്റി കമ്പിയാണ്. ആക്ച്വലി അതിനകത്ത് കമ്പിയേ ഇല്ല. ഇത് ഉത്സവം പള്ളി പെരുന്നാളൊന്നും അല്ലടാ. ഡൽഹി പഠിക്കാൻ പോയി ഇവിടുത്തെ തമ്പുരാട്ടി പെങ്കുച്ച് വരുന്ന. ഇതാണോ ഡൽഹിയിൽ പഠിക്കാൻ പോയ പെങ്കുച്ച്? ചെറുപ്പത്തിലെ പോയതായിരിക്കും, ഇപ്പോഴായിരിക്കും പഠിച്ചു കഴിഞ്ഞത്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സാറിന്റെ ഒരു പാട്ട്. അത് നിന്റെ ഒരു ദുരാഗ്രഹമാണ്. രാജാസ് കമ്പനി വക കാറുകൾ, പെട്രോൾ അടിക്കാൻ സ്വന്തം പമ്പുകൾ, പിന്നെ താമസിക്കാൻ രാജാസ് ഗ്രൂപ്പിന്റെ ഹോട്ടൽസ്, റിസോർട്ട്സ്, ഡ്രസ്സിന് സ്വന്തം ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, പിന്നെ തിയേറ്ററുകൾ, സൂപ്പർ മാർക്കറ്റ്, ഷോപ്പിംഗ് മാളുകൾ. അല്ല, അവൻ ഈ മാസാമാസം മുടി വെട്ടിക്കുന്ന ശീലമുണ്ട്. അതും ഇവര് തന്നെ.